ഒരു വീക്കെൻഡ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് അപ്പവും ബട്ടർ എഗ് മസാലയും. ഈ കറിയുടെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി ഉണ്ടാക്കി നോക്കിയതാണേ. നല്ല സൂപ്പർ യമ്മി കറിയാണ് കേട്ടോ. ഇത് നമ്മുടെ ബട്ടർ ചിക്കൻ പിന്നെ പനീർ ബട്ടർ മസാലയൊക്കെ ഇല്ലേ, അതിൻ്റെ അതേ ഫോമാറ്റിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് ഗാർലിക്കും കാഷ്യൂ നട്ട്സും ഓണിയൻസും പിന്നെ കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. സോട്ടായി വന്നതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോസും കൂടെ ആഡ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ സോട്ട് ചെയ്യണം. ടൊമാറ്റോസൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് അലിഞ്ഞ് നന്നായിട്ട് സോട്ട് ആയതിനു ശേഷം അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അടച്ചിട്ട് തിളയ്ക്കാൻ വെക്കുക. തിള വന്നതിന് ശേഷം അതിനെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ബോയിൽ ചെയ്ത് തോടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. അതൊന്ന് വരഞ്ഞും കൂടെ വയ്ക്കുക. എന്നിട്ട് ഇതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ടർമറിക് പൗഡറും ചില്ലി പൗഡറും സോൾട്ടും ഇത്രയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വന്നതിന് ശേഷം ഈ ബോയിൽ ചെയ്ത് വരഞ്ഞ് വെച്ചിരിക്കുന്ന എഗ്സ് ഇട്ടിട്ട് അതൊരു 30 സെക്കൻഡ്സ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത എഗ്സ് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ സവാളയും ടൊമാറ്റോയും ചേർന്ന് ആ ഒരു മിക്സ് തണുത്തിട്ടുണ്ടാവും. അതിനെ മിക്സിയിൽ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി റെഡിയാക്കി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ ബട്ടർ ആഡ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് ടർമറിക് പൗഡറും ചില്ലി പൗഡറും കൊറിയാൻഡർ പൗഡറും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. എൻ്റെ കയ്യിൽ പേസ്റ്റ് ഇല്ലാത്ത കാരണം ഞാൻ കുനൂന എന്നരിഞ്ഞ ജിഞ്ചറും ഗാർലിക്കിൻ്റെയും പീസസാണ് ആഡ് ചെയ്തത്. അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് അതും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുക. അപ്പോൾ ഈ ചാറിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. തിള വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുക. ഇനി ഈ ബോയിൽ ചെയ്ത് മസാലയിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്സും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് ജീരകപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ല ഡ്രൈഡ് ആയിട്ടുള്ള കസൂരി മേത്തി കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് കമ്പൈൻ ചെയ്തതിന് ശേഷം ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു തിള വരാനായിട്ട് നോക്കണം. ആ ഒരു തിള വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഗാർണിഷിനായിട്ട് കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടെ അതിൻ്റെ പുറത്തൊന്ന് വിതറി കൊടുക്കാം. അടച്ച് വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്ന് ഉപയോഗിക്കാം. നല്ല സൂപ്പർ യമ്മി കറിയാണ് കേട്ടോ. ഞാനിത് അപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചത്. ഇത് എനിക്ക് തോന്നുന്നു ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നല്ലതായിരിക്കും. അങ്ങനെ വീക്കെൻഡിൽ അപ്പവും ബട്ടർ എഗ് മസാലയും കൂടെ ചേർത്ത് ബ്രേക്ക്ഫാസ്റ്റ് കുശാലാക്കി. ഇത് ഇത്രയും പണിയെടുക്കാനുണ്ടെങ്കിലും ഇങ്ങനൊരു യമ്മി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പിന്നെ ഗസ്റ്റൊക്കെ വന്നാൽ ഗസ്റ്റിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാനും ഒരു എഗ്ഗിൻ്റെ ഐറ്റം എന്ന് പറയാനായിട്ടുള്ള നല്ലൊരു പ്രീമിയം ഐറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.